Good morning, sir. Welcome, sir. Thank you. Very sir. സാറേ മാഡം മോൾക്ക് സ്കൂൾ അന്വേഷിക്കാൻ പറഞ്ഞില്ലേ? കറക്റ്റ്. ഇവിടുത്തെ നല്ല സ്കൂൾ ഏതാ? സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളാണ് സർ. ഹെഡ് മിസ്സസിനെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ സംസാരിച്ചേക്കാം. താങ്ക് യു രഫി. വെൽക്കം സർ. നമസ്കാരം മാഡം. നമസ്കാരം. 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 ഇരിക്കെ. മമ്മി, എന്റെ പേര് രമാദേവി. ഞാൻ ഈ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആണ്. എസ് നിങ്ങളെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോളുടെ പേര് പൂജ. ഹെഡ് മിസ്ട്രസിനോട് ഹായ് പറഞ്ഞേ. ഹായ് മാഡം. ഹായ്. എന്റെ മോള് പഠിത്തത്തിൽ കുറച്ച് പുറകോട്ടാ. മാഡം കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരും. തീർച്ചയായും, ഷുവർ. ഈ അഡ്മിഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് തരണം. ഓക്കെ മാം. നമുക്ക് പോയാലോ? മാഡത്തിനോട് ബൈ പറ. ബൈ മാഡം. ബൈ. ഐസ് ഇന്ന് മോളെ ഐസ്ക്രീം. നമസ്കാരം സർ. റഫീഖ്, സാറേ ഒന്ന് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരാൻ പറ്റുമോ? സർ, ഈ കുട്ടിയെ കാണാതായിരിക്കുക. കുട്ടി എപ്പോ മുതലാണ് കാണാതായത്? സാർ ഡാൻസ് ക്ലാസ്സിന് പോയ കുഞ്ഞ, പിന്നെ അവളെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല സാർ. നിങ്ങൾ ഇരിക്കേ. മാഡം, പറയൂ സർ. 2 ദിവസം മുമ്പ് ഈ ഏരിയയിൽ നിന്ന് ഒരു കുട്ടിയെ കാണാതെ പോയില്ലേ? അതെ സർ, എന്റെ സ്കൂളിലെ കുട്ടിയാണ്. അന്ന് എത്ര മണിക്കാണ് ക്ലാസ് തീർന്നത്? എപ്പോഴും 5 മണിക്ക് തീരും സർ. അവരുടെ വീട് ഇതിലൂടെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ 3ാമത്തെ സ്ട്രീറ്റിലെ 4ാമത്തെ വീടാണ് സർ. ഓ, താങ്ക് യു. ക്യാരി ഓൺ. ഓക്കെ സർ. നോക്കൂ കുട്ടികളെ. തംതിൻ തദിൻ താദിൻ തംതിൻ തദിൻ താദിൻ. ആ ഫൂട്ടേജ് ഇതിലുണ്ട് സാർ. ക്യാമ്പ് 2 ഒന്ന് സൂം ചെയ്തേ. ഓക്കെ സർ. ആ കുട്ടിയല്ലേ? അതൊന്നുകൂടെ സൂം ചെയ്തേ. താങ്ക് യു സർ. പ്രധാന വാർത്തകൾ. സിറ്റിയിൽ വീണ്ടും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ തടയുന്നതിന് വേണ്ടി പോലീസ് എല്ലാ ദിക്കിലേക്കും അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 8 വയസ്സുള്ള കുട്ടികളെ മാത്രം എന്താണ് ലക്ഷ്യമെന്ന അന്വേഷണത്തിലാണ് പോലീസുകാർ. അതെ, നമ്മുടെ മോളെ സ്കൂളിലേക്ക് അയക്കുന്ന കാര്യം ആലോചിച്ചിട്ട് പേടിയാവുക. അനു, ഒരു പോലീസുകാരന്റെ ഭാര്യയായിട്ട് നീ ഇങ്ങനെ പേടിക്കാവോ? നമ്മുടെ മോൾക്കൊന്നും സംഭവിക്കില്ല. നീ പേടിക്കാതെ സമാധാനമായിട്ട് ഉറങ്ങ. നിനക്ക് ഓറഞ്ച് ആണോ വേണ്ടത്? എന്റെ മോൾക്കൊരു ചോക്ലേറ്റ്. നല്ലോണം പഠിക്കണേ. രാജ ആദ്യം ഇതെല്ലാം ക്ലീൻ ആ ചെയ്യൂ. ശരി മാഡം. ബൈ. ബൈ മമ്മി. എന്ന് പോയാലോ? മോളെ ചോക്ലേറ്റ് വേണോ? ശരി, നീ പോയിക്കോളൂ. ഓക്കെ മാഡം. ഇതാ കൊടുക്ക. എന്നാ മോളെ. താങ്ക്സ് ആന്റി. ബൈ ബൈ. ഹായ്. എന്നാ വിട്ടാലോ?
പറയൂ സർ, ഞാൻ ലാബ് ടെക്നീഷ്യൻ സഞ്ജയ് കുമാറാണ്. പറയൂ. നിങ്ങൾ തന്ന ഐസ്ക്രീം സ്റ്റിക്കിൽ കാറ്റമൻ എന്ന ഡ്രഗ് മിക്സ് ചെയ്തിരിക്കുന്നു സർ. ഈ ഡ്രഗ് എടുത്തത് ആരായാലും അവർക്ക് 2 ദിവസം ബോധമുണ്ടാവില്ല സർ. താങ്ക് യു ഡോക്ടർ. പിന്നെ ട്രഫിക്. കുട്ടി കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ഡാൻസ് സ്കൂളിനടുത്തുള്ള ആ ഏരിയയിലേക്ക് ഐസ് വിളിക്കാൻ നടക്കുന്ന എത്ര പേരുണ്ടോ അത്രയും പേരെ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണം. ഓക്കെ സർ. നിങ്ങൾ എല്ലാവരും ഈ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഐസ്ക്രീം വിൽക്കുന്നവരാ. 4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കുട്ടി നിങ്ങളുടെ ഐസ്ക്രീം കഴിച്ച് ബോധം കെട്ടി വീണിരിക്കുക. അതേ ദിവസം തന്നെ ആ കുട്ടിയെ കിഡ്നാപ്പും ചെയ്തിരിക്കുന്നത്. ഈ 14 പേരിൽ ഒരാളാണ് ആ ഐസ്ക്രീം വിറ്റത്. സ്വയം കുറ്റം സമ്മതിച്ചാൽ ശിക്ഷ കുറയും, അല്ലെങ്കിൽ എല്ലാവരെയും ഇടിച്ച് ഷേപ്പ് മാറ്റി ഞാൻ. പറടാ, കുട്ടിയോടെ പറ. അറിയില്ല സാറേ. പറയടാ. കുട്ടിയുടെ ഐസ്ക്രീമിലാണോ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് നീയല്ല. സർ, അവരെല്ലാരും പറഞ്ഞു വിട്ടേക്കെ. എന്നതിനാ സാർ അടിക്കുന്നത്? അയാളല്ലേ തെറ്റിയത്? അയാൾ ഇവിടുത്തെ കോൺസ്റ്റബിൾ ആടാ. ഗുഡ് ജോബ്. ഓക്കെ സാർ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സാർ. വേണ്ട സർ. എത്ര പേരുണ്ട് ഗാംഗില്? ഈ ഏരിയയിൽ മാത്രമാണോ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നത്? എല്ലാ ഏരിയയിലും കിഡ്നാപ്പ് ചെയ്യുന്നുണ്ടോ? നീ മയക്കുമരുന്ന് കൊടുത്തതും ഞാൻ വെറും ആ കുട്ടി അത് ഐസ്ക്രീം കഴിച്ചതും കഴിച്ചവനാ സർ. എന്നിട്ട് ബോധം കെട്ട് വീണ ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തതും എല്ലാ CCTV ക്യാമറയിൽ ഉണ്ടോ? ട്രഫിക്. ഡാ, ആരാടാ അവൻ? സർ, അവരാരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല സർ. അവരെപ്പോഴും എന്റെ വണ്ടീന്റെ അടുത്ത് വന്ന് ഐസും കാശും തരും സർ. കാശ് മോഹിച്ചാ സർ ഇതൊക്കെ ചെയ്തത്, അല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിയില്ല സർ. താങ്ക് യു ചേട്ടാ. മോളെ, എന്താ ചേച്ചി? ബിസ്ക്കറ്റ് കഴിക്കുന്നോ? ഇന്ന ബിസ്ക്കറ്റ്. താങ്ക്സ് ചേച്ചി. പോലീസ് വരുന്നുണ്ട്, വേഗം പോകാം. ഏയ്, ഇവിടെ വാടാ. ഈ ചാക്കിനുള്ളിൽ എന്തുവാ? ചവറാണ് സാർ. ഇതിൽ നിന്ന് ചോര വരുന്നേ? അത് തുറന്നേ. തുറക്കാനാ പറഞ്ഞത്. ഇതാ സാർ. പോ പോ.
എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഇന്നലെയും കൂടി ഒരു കുട്ടി ഇവിടുന്ന് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. ഇവരൊക്കെ എന്തിനാണ് 8 വയസ്സുള്ള കുട്ടികളെ മാത്രം കിഡ്നാപ്പ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. എന്തായിരിക്കും കാരണം? അതുകൊണ്ടാ പറഞ്ഞത് നമ്മുടെ മോളെ കുറച്ച് ദിവസത്തേക്ക് സ്കൂളിൽ അയക്കേണ്ടെന്ന്. ഹലോ അനു, ഞാൻ നിന്നോട് നേരത്തെ തന്നെ കാര്യം പറഞ്ഞു. ഇനി ഇതിനെപ്പറ്റി എന്നോട് സംസാരിക്കണ്ട. മര്യാദയ്ക്ക് സ്കൂളിൽ അയക്കാൻ. കുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. Is it? അനു, നീ വീട്ടിലേക്ക് വെക്കോ. സർ Move. എന്നാ മോളെ? താങ്ക്സ് ആന്റി. നോട്ട് Hello, doctor. ചെയ്തല്ലേ? നോട്ട് ചെയ്തു മാഡം. യെസ് സർ. കുട്ടിയുടെ റിപ്പോർട്ട് വന്നോ? ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു സർ. കുട്ടിയെ സെക്ഷലായിട്ട് അബ്യൂസ് ചെയ്തിട്ടുണ്ടോ? നോ സർ. അപ്പോൾ ഓർഗൻസിന് വേണ്ടിയിട്ട് ചെയ്തതാണോ? ഓർഗൻസ് ഉണ്ടോന്ന് ചോദിച്ചാൽ അത് കുഞ്ഞിന്റെ ശരീരത്തിൽ ഹൃദയമില്ല സർ. ഇക്കാലത്ത് ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമല്ല. പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ്സും ഡീറ്റെയിൽസും എനിക്ക് അയച്ചു തരൂ, ഞാൻ എന്താന്ന് നോക്കാം. വരും മാഡം. ശരി. ആ ഓക്കെ morning, ഓക്കെ ശരി, ഞാൻ നോക്കിക്കോളാം. സർ മാഡമാണ് നമ്മുടെ CI സാറിന്റെ വൈഫ്. നമസ്കാരം, ഇരിക്കൂ. നമസ്കാരം സാർ. ഡോക്ടർ, എന്റെ മോൾക്ക് നല്ല പനിയുണ്ട്. ശരിക്ക് ഭക്ഷണവും കഴിക്കുന്നില്ല. കുട്ടിയുടെ പേരെന്താണ്? പൂജ. പൂജ. വയസ്സെത്രയായി? 8 വയസ്സാകുന്നു. ടാബ്ലറ്റ് എഴുതി തരാം, ആ. ഒരു 2 ദിവസം കൊടുക്കൂ. എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നോളൂ. ഓക്കെ ഡോക്ടർ, ആ. താങ്ക് യു. എന്നാ ആയിക്കോട്ടെ, വരൂ.